ആൾ ഫോർ ഗുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിയൻ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന് പ്രകാരം ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ATM കാർഡ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ATM കാർഡിൻ്റെ കൂടെ ഒരു പാസ്ബുക്കും ബാങ്കിൽ നിന്ന് ലഭിച്ചു. ഞാനിവിടെ ATM കാർഡ് ഓപ്പൺ ചെയ്യുകയാണ്. കവറിനകത്ത് ഒരു പേപ്പറാണ് ആദ്യം കണ്ടത്. ഈ പേപ്പറിൻ്റെ പിൻവശത്തായിരിക്കും നമുക്ക് കാർഡുള്ളത്. അതിൻ്റെ കൂടെ ATM കാർഡ് വയ്ക്കുന്നതിനുള്ള ചെറിയൊരു കവറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ATM കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരു കോണ്ടാക്റ്റ്ലെസ് കാർഡാണ്. അതായത് നമുക്ക് കടകളിൽ പോയി കാർഡ് സ്വൈപ്പ് ചെയ്യാതെ ഈ കാർഡ് അവരുടെ മെഷീനോട് ചേർന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ 5000 രൂപ വരെ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണാം കോണ്ടാക്റ്റ്ലെസ്സിൻ്റെ പ്രത്യേകത. റുപ്പേ കാർഡാണ്. വളരെ നല്ല ഒരു കാർഡ് തന്നെയാണ്. സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നിട്ട് പോലും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാനിവിടെ പാസ്ബുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ പിൻവശത്താണെങ്കിൽ നമുക്ക് ഒരു CVV നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ നമുക്ക് ഒരു പാസ്ബുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് പാസ്ബുക്ക് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സീറോ ബാലൻസ് അക്കൗണ്ടാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാനിത് തുറന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ കാണിച്ചു. നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് ഇത്തരത്തിലായിരിക്കും. നമുക്ക് അക്കൗണ്ട് നമ്പർ എല്ലാം കാണാം. ഇവിടെ ഫസ്റ്റ് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. 1 രൂപ പോലും ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് സീറോ ബാലൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ബുക്ക് തന്നപ്പോൾ തന്നെ അതിൽ പൈസ ഒന്നും ചെയ്തിട്ടില്ലാത്തത്. തീർച്ചയായും വളരെ നല്ലൊരു സീറോ ബാലൻസ് ആണ്. ഡിജിറ്റൽ സേവിങ് അക്കൗണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത്തരത്തിലൊരു അക്കൗണ്ട് എടുക്കുക. നമുക്ക് എങ്ങനെയാണ് നമുക്കിനി നമ്മുടെ ATM കാർഡ് പിൻ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ATM പിൻ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് നേരെ ATM കൗണ്ടറിലേക്ക് പോകാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യൂണിയൻ ബാങ്കിൻ്റെ ATM കാർഡുമായി യൂണിയൻ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ATM കൗണ്ടറിലേക്ക് പോവുക. ATM കൗണ്ടറിൽ പോയതിന് ശേഷം അകത്ത് കയറി ATM മെഷീൻ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാനിവിടെ കാണിക്കുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് ഈ മെഷീനിൽ ഇൻസർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥലമുണ്ടാവും. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് ഇതുപോലെ ഇങ്ങനെ അവിടേക്ക് ഇൻസർട്ട് ചെയ്യുക. അതിൻ്റെ ചിപ്പ് മുകളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇൻസർട്ട് ചെയ്യുക. അപ്പോൾ മെഷീൻ്റെ മുകളിലുള്ള സ്ക്രീനിൽ പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് സെറ്റ് ATM പിൻ ഗ്രീൻ പിൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ 2 ഓപ്ഷൻ വരുന്നത് കാണാം. OTP ജനറേറ്റ്, OTP വാലിഡേറ്റ് എന്ന്. ഇതിൽ ആദ്യം കാണുന്ന OTP ജനറേറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ വലത് സൈഡ് അതിൻ്റെ നേർക്കുള്ള ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് വെയിൽ യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ തന്നെ യൂണിയൻ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP, ഒരു പിൻ നമ്പർ വന്നിട്ടുണ്ടാവും. ഈ പിൻ നമ്പറിന് 10 മിനിറ്റാണ് വാലിഡേറ്റ്. ഈ പിൻ നമ്പർ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ മെഷീനിൽ നിന്നും ഒരു റെസിപ്റ്റ് ലഭിക്കും. ആ റെസിപ്റ്റ് അതിനുശേഷം നമ്മുടെ കാർഡ് നമ്മൾ വീണ്ടും റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ കാർഡ് ഒരിക്കൽ കൂടെ ഇൻസർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ മുകളിലുള്ള സ്ക്രീനിൽ ഇതേപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റ് ATM പിൻ ഗ്രീൻ പിൻ എന്ന് ഉള്ള ഓപ്ഷൻ വീണ്ടും തിരഞ്ഞെടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുക. സെറ്റ് ATM പിൻ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷൻ തന്നെ ആയിരിക്കും വരുന്നത്. OTP ജനറേറ്റും OTP വാലിഡേറ്റ് എന്നുള്ളതും. ഇതിൽ ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് OTP വാലിഡേറ്റ് എന്ന രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ OTP വാലിഡേറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിനോട് ചേർന്ന് വലത് സൈഡുള്ള ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആദ്യം OTP ജനറേറ്റായി നമ്മുടെ ഫോണിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിൽ പ്ലീസ് എൻ്റർ യുവർ OTP ഫോർ വാലിഡേഷൻ എന്ന് പറഞ്ഞ് ഒരു ഡിസ്പ്ലേയിൽ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിന് താഴെയായിട്ട് ഒരു കീപാഡ് ഉണ്ട്. ആ കീപാഡിൽ നമ്മുടെ ഫോണിൽ വന്ന OTPയിലെ 4 അക്ക പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പ്ലീസ് വെയിറ്റ് വീൽ യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ്, അതായത് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത പിൻ നമ്പർ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ, അതായത് ATM കാർഡ് പൈസ പിൻവലിക്കുന്നതിനൊക്കെ നമുക്ക് ഇനി സ്ഥിരമായി ഉപയോഗിക്കേണ്ട 4 അക്ക പിൻ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്യാനാണ്. നമ്മൾ നേരത്തെ ഓർമ്മിച്ച് വയ്ക്കുക, ഒരു 4 അക്ക പിൻ നമ്പർ നമുക്ക് എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുന്നതും എന്നാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ ഒരു 4 അക്ക പിൻ നമ്പർ വേണം നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാനും. ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടെ അതേ നമ്പർ തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും റീ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന്. അതേപോലെ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ടൈപ്പ് ചെയ്ത നമ്പർ പരിശോധിക്കുകയാണ്, പ്രോസസ്സിങ് ചെയ്യുകയാണ്. ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു സെക്കൻഡ്. അപ്പോൾ തന്നെ നമുക്ക് കാണാം പിൻ ചേഞ്ച് കംപ്ലീറ്റ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇൻസർട്ട് ചെയ്ത ATM കാർഡ് നമ്മൾ തിരിച്ചെടുക്കുക, റിമൂവ് ചെയ്തെടുക്കുക. അതേപോലെ അവിടെ ഒരു റെസിപ്റ്റും വന്നിട്ടുണ്ടാവും, ആ റെസിപ്റ്റും നിങ്ങൾ തിരിച്ചെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ യൂണിയൻ ബാങ്കുമായി സംബന്ധിച്ചും യൂണിയൻ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് സംബന്ധിച്ചും വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.